ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാരുടെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ തെറ്റാണെന്ന് പറഞ്ഞു വരാൻ കാരണം ഈ കാലഘട്ടം 2001 മാത്രമാണ് വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു വിക്ടറി യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്, യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത്. ആ യു ഡി എഫിന് അന്നുണ്ടായിട്ടുള്ള 49% 100 സീറ്റുകളിലേക്കുള്ള വിജയത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ 39% യു ഡി എഫിന്റെ വോട്ട് ശതമാനം ഡ്രാസ്റ്റിക്കലി കഴിഞ്ഞ 25 കൊല്ലങ്ങൾ കൊണ്ട് താഴ്ന്നു. ആ താഴ്ന്നതിന്റെ പിന്നിൽ നിങ്ങൾ അറിയേണ്ടത് മറ്റു പല കാര്യങ്ങളുണ്ട്. ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെ ശാഖകളിലുള്ള ലോക്കൽ നേതാക്കന്മാരെയും ഒക്കെ സ്വാധീനിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു. ഇന്നും എൻ എസ് എസിന്റെ 5000-ലധികം വരുന്ന ശാഖകളിൽ 20% ബി ജെ പിയുടെ നേതൃത്വത്തിലാണ്. മനസ്സിലായോ? ഇതുപോലെ എസ് എൻ ഡി പിയുടെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു ഒറ്റ പോയിന്റേ ഉള്ളൂ. പണ്ട് കാലഘട്ടങ്ങളിൽ, അതായത് രാഷ്ട്രീയ ഐഡിയോളജികൾക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. എ കെ ആന്റണിയും വി എം സുധീരനും ഒക്കെ നയിച്ചപ്പോൾ ആ സമയത്താണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. സി പി എമ്മിന്റെ കാലഘട്ടത്തിൽ അന്നും ഇന്നും എന്നും ഒക്കെ തന്നെ പ്രാധാന്യം ഉണ്ടായിരുന്നത് അവരുടെ രാഷ്ട്രീയ ഐഡിയോളജികൾക്കാണ്.